കണ്ടില്ലേ, നല്ല കളറ്, അടിപൊളി കേട്ടാ, നല്ല പന്നി നല്ല സെറ്റ്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് കഴിക്കാനാണ്. വാ എടുക്ക്. ഹായ് ഗായ്സ്, അപ്പം ഞാനും നമ്മളെ ചങ്ങായിമാരെല്ലാമായിട്ട് ഇന്നൊരു ഞായറാഴ്ച നമ്മൾ കുക്കിംഗ് ആണ് ഗൈസ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. ഇന്നത്തെ വെറൈറ്റി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പന്നിയും കപ്പയായിരുന്നു നമ്മളെ പ്ലാൻ. പക്ഷേ കപ്പ മേടിച്ചിട്ട് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചാണ്. കണ്ടില്ലേ, ഇതേ പറയുക കൊട്ടായിപ്പോയി അല്ലേ, കൊട്ട് പിടിച്ച് കറുത്ത് പോയി കപ്പ. അതുകൊണ്ട് ഈ കപ്പ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല, ഭക്ഷണത്തിനാക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് നമ്മൾ പൊറോട്ട മേടിക്കണം ഉദ്ദേശിക്കുന്നത്. ഈ പന്നി ഞാൻ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അഖിലുണ്ട്, അയ്പ്പനുണ്ട്, പിന്നെ നമ്മളെ അഖിലുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഇത് കഴുകണം. ഇനി പന്നി കഴുകാൻ വേണ്ടി പോകും. പന്നി കഴുകിയിട്ട് പന്നി കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനാണ് ഈ പന്നിക്കറി വെക്കുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് പിന്നെ പോയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് പൊറോട്ട കിട്ടുന്നതാണ്, റെഡിമെയ്ഡ് പൊറോട്ട. അപ്പോൾ അവിടെ പോയിട്ട് പൊറോട്ട മേടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഖിലാണ് ഈ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ മേടിക്കാൻ. കണ്ടില്ലേ, ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അഖിലിൻ്റെ പണി. എന്താ അതല്ലേ, അഖിലിങ്ങനെ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിടുക്കനായിട്ട്. നോക്കിയാ വാ, നമുക്കിനി ഇത് കഴുകി സെറ്റാക്കണം. കണ്ടില്ല, നമ്മൾ ഈ പുഴേൻ്റെ സ്ഥലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല കേട്ടോ. അപ്പോൾ ആരുമില്ലാത്ത തിരക്കില്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ പന്നി നല്ല വെള്ളത്തിൽ കഴുകണം. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. കണ്ടല്ലേ, ഒന്ന് ആദ്യം പുഴേനെ കൊണ്ട് കഴുകിയിട്ട് പുഴയിൽ കൊണ്ടുപോയി കഴുകിയിട്ട് പിന്നെ ഈ വെള്ളത്തിൽ ഒന്ന് കഴുകുക, അല്ലെങ്കിൽ വെള്ളം വേസ്റ്റ് ആവില്ലേ. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, ഇന്ന് കഴുകാം വാ. അപ്പോൾ നമ്മൾ നിന്നെടുത്ത് അധികം നല്ല വെള്ളമല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടല്ലേ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നിട്ടേ. കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇനി കഴുകുന്നത്. നല്ല വെള്ളം കേട്ടോ പുഴയത്തെ. നമ്മൾ പിന്നെ ഇതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മരത്തിലെല്ലാം കൊത്തിയോണ്ട് മരത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പം അതല്ല, മരത്തിൻ്റെ പൊടി ഉണ്ടാകുന്ന പറയാം. അപ്പോൾ അതുകൊണ്ട് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോവാം. കഴുകോ, വേഗം കഴുകി. ഇത് ഇതിലേക്ക് ഇട്ടോ. ആ കഴുകോ, കഴുകട്ടെ. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മളെ സ്ഥലം. കണ്ടില്ലേ, ഈ പുഴേൻ്റെ അടുത്ത് നമ്മൾ മാത്രമേ ഇല്ല, ഇപ്പോൾ വേറെ ആരുമില്ല. നല്ല രസമാണ്, അതുകൊണ്ട് നല്ലൊരു പ്രൈവസി ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ആക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴുകട്ടെ ഗൈസ്. നമ്മളപ്പം കഴുകി കഴിഞ്ഞ് നേരെ അടുപ്പിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ. ഫുള്ള് കാടാണ്. ഇത് നമ്മൾ നേരെ പുഴയുടെ നടുക്കാണ്. പുഴ ഇങ്ങനെ വലിയ രീതിയിൽ വലിയ പുഴയാണ്. പക്ഷേ വെള്ളം ഓരോ സൈഡിലേക്ക്. മഴക്കാലത്ത് മാത്രമേ നല്ലോണം വെള്ളം വരും. ഇത് നല്ല വൃത്തി കഴുകി അതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകുകയാണ്. മതി വൃത്തി കഴുകിക്കോ. അപ്പോൾ നമ്മൾ അടുപ്പ് ഇതാണ് ഗൈസ്. കണ്ടില്ലേ, പകിലൊക്കെ ആടിയിട്ടില്ല, വിറകെല്ലാം കൊത്തി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചുള്ളിക്കമ്പൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, അടുപ്പ് കത്തുന്നുണ്ട്. നല്ലൊരു വലിയ വിറകൊക്കെ വെക്കണം. കണ്ടില്ലേ, അതെ, അതിനധികം ഉറക്കണ്ടാകില്ലേ. അതെ, ഓക്കെ, ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ കാര്യങ്ങൾ. ഇടി അഖിലേ, ഈ കല്ല് ഒന്നും ചെയ്യാണ്ട് ഒന്ന് ഒറ്റയടിക്ക് തിരിച്ചു വെച്ചടാ. തിരിച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് മോനെ വരണേ. അതെ, പിന്നെ ഇങ്ങനെ കൊത്തി നിറച്ചാലും അടുപ്പ് പുകയും ചോദിക്കോടാ. കൈസ്, അപ്പോൾ നമ്മളിതിങ്ങനെ ആക്കിയതിന് ശേഷമില്ലേ, ഈ അടുപ്പ് ആദ്യം ഒന്ന് കത്തിക്കണം. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഇപ്പടി ഓക്കെ, അടുപ്പ് ഇപ്പോൾ സെറ്റാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നമ്മൾ അടുപ്പിൽ പന്നി വെച്ചിട്ടുണ്ട്. പന്നി വെച്ച് ഇനി ഈ പന്നിയിൽ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല വരട്ടി എടുക്കണം. ഇത് പൊരിഞ്ഞ് വരും. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ യെസ്. അപ്പം നമ്മൾ മെയിനായിട്ട് മഞ്ഞപ്പൊടിയാണ് ഇടേണ്ടത്. മഞ്ഞപ്പൊടി കുറച്ചിട്ടു. അപ്പോൾ ഇനി ഉപ്പ് കുറച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. അതല്ലേ, ഇത് ശരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. നല്ല രീതിയിൽ ഇതിൻ്റെ വെള്ളം വറ്റിച്ചിട്ട് നെയ്യ് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം കേട്ടോ. ഈ മഞ്ഞപ്പൊടി എല്ലായിടത്തും ആകുന്ന രീതിയിൽ
മഞ്ഞപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ചിക്കൻ എന്ത് സാധനം ആക്കുകയാണെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ മെയിനാണ്. ഇതിന് ശേഷം മാത്രം ഈ സംഭവം നമ്മൾ പൊരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി ഇനി ഉള്ളി അരിയണം, തക്കാളി അരിയണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി ഇട്ടില്ലേ. ഓക്കെ, നമ്മളങ്ങനെ പെട്ടെന്ന് തപ്പിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഒരു സെറ്റപ്പ് കുറവ്. എന്നാലും നമ്മൾ ഇല്ല സെറ്റപ്പിൽ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം കത്തി ഇത് സെറ്റാകട്ടെ. ഇപ്പം ഇങ്ങനെ ഉള്ളി അരിഞ്ഞ് തള്ളുന്നുണ്ട് കണ്ടില്ലേ. ദുബായിലൊക്കെ ഉള്ളി അരിഞ്ഞ് പരിചയമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളായിപ്പം അരിയുന്നുണ്ട്. നമ്മൾ അകിലിടുന്ന ഫുള്ള് തീയൊക്കെ കത്തിച്ച് സെറ്റാക്കുന്നുണ്ട് കണ്ടില്ലേ ഗൈസ്. ഉള്ളിയൊക്കെ തോല് കളയുന്നത് നമ്മുടെ അയ്പ്പനാണ്. ഇപ്പം അകിലിടുന്നത് നമ്മൾ വിറകിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അടുപ്പ് കത്തിക്കൽ കാര്യങ്ങളെല്ലാം അകിലാണ് നമ്മൾ ഏറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അയ്പ്പൻ ഇതാ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം തോല് കളഞ്ഞ് സെറ്റാക്കുന്നുണ്ട് കണ്ടില്ലേ. നമ്മൾ പച്ചമുളക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇവിടെ കുക്ക് അടുപ്പിൽ വെച്ചത് അത് നെയ്യ് നല്ലോണം ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിത് വരട്ടിയെടുക്കും കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്ലാൻ ഗൈസ്. അപ്പം നമ്മളെ പന്നി നല്ലോണം മുരിഞ്ഞ് വരാൻ തുടങ്ങി, നെയ്യ് നല്ലോണം ഇളകാൻ തുടങ്ങി കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ വെള്ളപ്പറ്റ് പോയി കഴിഞ്ഞാൽ നെയ്യ് നല്ലോണം വരണ്ടിട്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ എന്നാൽ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ നെയ്യ് നല്ല വൃത്തിയിൽ കിട്ടും. നമ്മളെ വൈൽഡ് ലൈഫാട്ടാ. വില്ലേജ് കുക്കിങ്ങിനെക്കാട്ടിയും തോപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പുഴക്കരയിൽ ഇരുന്നിട്ടാണ് കുക്കിങ് കണ്ടില്ലേ. ഞാൻ ഇപ്പം കാണിച്ചു കൊടുത്താൽ നെയ്യ് ഉരുക്കുന്നത് കാണിച്ചു കൊടുത്തടാ കണ്ടില്ലേ. നെയ്യ് ഉരുകിയിട്ട് ഈ കാണുന്നതൊക്കെ നെയ്യാണ്. ഈ നെയ്യെല്ലാം ഇങ്ങനെ ഉരുകി വരും കേട്ടോ. ഇങ്ങനെ ഉരുക്കി കഴിഞ്ഞാൽ നല്ലോണം പൊരിയും. പിന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയും ഇതെല്ലാം ഇട്ട് വരട്ടിയെടുക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ തീ പിടിക്കില്ല എന്നെല്ലാം നമ്മൾ വിചാരിച്ചായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കുഴപ്പമുണ്ടായില്ല. നമ്മൾ അഖിലിൻ്റെ മാസ്മരികമായിട്ടുള്ള പ്രവർത്തനം കാരണം നല്ലവണ്ണം തീ പിടിച്ച് കണ്ടില്ലേ. അല്ല, നല്ലവണ്ണം തീ കിട്ടി കണ്ടില്ലേ. നല്ലവണ്ണം മുരിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ ഇടക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്നാ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ നല്ല പന്നിക്ക് ടേസ്റ്റ് മാറും. നല്ല തീയുണ്ട്. അതുകൊണ്ട് നല്ലോണം തീ കൊടുത്തോറും നല്ലോണം നെയ്യ് പൊരിഞ്ഞ് കിട്ടും കണ്ടില്ല. നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. നല്ല പൊരിഞ്ഞ് ഇതാണ് പച്ചക്ക് തിന്നാം കണ്ടില്ലേ. നല്ല വരണ്ട നെയ്യായി എല്ലായിടത്തും നെയ്യ് ഇങ്ങനെ ഇളകിക്കണം. ഇങ്ങനെ വരട്ടി കഴിഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ പന്നിക്ക് പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാലേ. ഇതേപോലെ നല്ല വരണ്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പന്നിക്ക്. നെയ്യ് ഇങ്ങനെ ഇളകി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ആവും. ഓക്കെ, ഇളകി വരുന്നുണ്ടാ. കുറേ നെയ്യ് ഇട്ടെന്നാ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ഇളകില്ല. ഇങ്ങനെ അതിൽ പൊരിഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളെ പന്നി നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് വാങ്ങി നോക്കാം. ഇനി ഉള്ളി, തക്കാളി, നമ്മളെ പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് ഇനി നല്ലോണം അത് വരട്ടിയെടുക്കണം. അതിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കറിയാക്കേണ്ടത് ഗൈസ്. കണ്ടില്ലേ, നമ്മൾ ഉള്ളി, തക്കാളി എല്ലാം വരണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളപ്പറ്റില്ലാണ്ടാണ് നല്ലോണം വരളാത്തത് കണ്ടില്ലേ. കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടി ഉണ്ട്, അത് പോയി കിട്ടണം. ഇല്ല, അപ്പോൾ നമ്മളെ പന്നി നല്ലോണം ചിക്കൻ ഇടക്കിടയ്ക്ക് ഞാൻ പറയുന്നത് പന്നി നല്ലോണം പൊരിഞ്ഞ് ഇനി നമ്മളെ അയ്പ്പൻ അരിഞ്ഞു വെച്ച ഉള്ളി നമ്മളെ അയ്പ്പൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇത് അയ്പ്പൻ വെളുത്തുള്ളീൻ്റെ ഉള്ളിലുണ്ട്. ഇതാ വെളുത്തുള്ളിയൊക്കെ ഇടിയുണ്ട്. അപ്പം ഇനി നമ്മളിതെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഇനി വരട്ടിയെടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ. നല്ലോണം വരണ്ട് വരട്ടത്. അത് കുറച്ച് പൊടി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വരളും. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. കുറച്ച് ഉപ്പ് ഒന്ന് വരണ്ട് കിട്ടാൻ വേണ്ടി മാത്രം ഉപ്പിടുന്നത്. പിന്നെ കറിയാക്കുമ്പം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഉണ്ടല്ലേ. അയ്പ്പനെ കൂടെ ആടാൻ നമ്മളെ പൊറോട്ട മേടിക്കാൻ വേണ്ടി പോയതാണ് അവർ. നമ്മൾ കപ്പയാക്കാനാണല്ലോ പ്ലാന്. അപ്പോൾ കപ്പ ഫുള്ള് കട്ടൻ കപ്പയായി കണ്ടില്ല, ഫുള്ള് കൊട്ടായിപ്പോയി.
ഫുള്ള് ഇതൊന്നും നന്നാവില്ല, അപ്പോൾ വെന്ത് കിട്ടൂല ഈ കപ്പയൊന്നും. അപ്പം അത് ഇന്നലെ മേടിച്ചിട്ട് അബദ്ധം പറ്റിയപ്പോൾ കപ്പ തീരാനായിരുന്നു. നമ്മൾ രാവിലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നമ്മൾ വൈകുന്നേരം രാത്രിക്കാണ് പോയത്, അപ്പോഴത്തേക്ക് നല്ല കപ്പയൊക്കെ തീർന്നു. അപ്പോൾ അതാണ് പറ്റിപ്പോയത് നമുക്ക്. അപ്പം പന്നി എന്തായാലും നല്ല രീതിയിലാകുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അവർ പൊറോട്ട പിന്നെ പൊറോട്ട മേടിക്കാൻ വേണ്ടി പോകാം. പൊറോട്ടയോ അല്ലെങ്കിൽ കപ്പയോ നോക്കട്ടെ, അവിടെ എന്താ നോക്കിയിട്ട് മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഈ കറിയെല്ലാം ഒന്ന് ആക്കി സെറ്റാക്കി കഴിഞ്ഞാലേ ഇതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർ വരുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാനാക്കാം. ഈ സ്ഥലം കണ്ടില്ലേ, ഇങ്ങനെ പുഴക്കരയാണ് ഗൈസ്, കണ്ടില്ലേ? ഈ കാണുന്ന ഫുള്ളും പുഴയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കും പുഴയാണ്. കാരണം ഇത് പുഴേൻ്റെ ഉള്ളിലാണ് നമ്മൾ സത്യത്തിലുള്ളത്. ഇതാണ് നമ്മുടെ കുവേരി അതിലേക്കെല്ലാം പോകുന്ന പുഴയാണ്, നമ്മളെ കുപ്പം പുഴയാണ് ഈ കാണുന്നത്. അവിടെയാണ് നമ്മളിങ്ങനെ ഇരുന്ന് ഇതാക്കുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ കുറേ നാളെ ഈ കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഇതിനൊരു സമയം കിട്ടിയത് ഗൈസ്. ഇങ്ങനെ ചങ്ങായിമാരപ്പുറം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു അനുഭവം തന്നെയാണ് നമ്മളെ. അപ്പം അതുകൊണ്ടാണ് ഈ റിസ്ക് എടുത്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കാൻ വിചാരിച്ചത്. ഓക്കെ, കുറച്ച് എണ്ണയിലിങ്ങനെ അത് മുരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? എണ്ണയിലിങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് ഈ സാധനം. നല്ല വെളിച്ചെണ്ണ നെയ്യും കൂടി ഉണ്ട് ഇതിൽ, കുറച്ച് പന്നി നെയ്യും കൂടി ഉണ്ട്. ആ പാത്രത്തിലാക്കിയത് കൊണ്ട് ഇത് നല്ലോണം വരണ്ട് കിട്ടും. ഉള്ളിയും തക്കാളിയും എത്രത്തോളം നല്ലോണം വെന്ത് കിട്ടുന്നോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുക. കണ്ടില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നല്ലോണം വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്കിനി കുറച്ചിങ്ങനെ നീക്കി വെക്കണം. ഈ വരണ്ട ഉള്ളി തക്കാളി എല്ലാം കുറച്ചും കൂടെ നീക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഓൾറെഡി 2 ടീസ്പൂൺ ആട്ടാ മുളക് പൊടി എടുത്തത്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നത്, മീറ്റ് മസാല നമ്മുടെ അടുത്തില്ല, അതുകൊണ്ട് പിന്നെ ഉള്ളത് മല്ലിപ്പൊടി കുറച്ച് മതി. അതല്ല, ഇത് എടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വെക്കണം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ നല്ലോണം വരണ്ട് കിട്ടിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിലേക്ക് എത്തുള്ളൂ ഗൈസ്. ഉണ്ടല്ലേ? ഇതൊന്ന് വരണ്ട് കെട്ടി കഴിഞ്ഞാൽ ഈ മസാല നല്ലോണം മൂത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മസാല സെറ്റായി കിട്ടും. കണ്ടില്ലേ? ഇതിലേക്ക് നമ്മൾ പന്നിയും കൂടി ഇട്ട് നമ്മളാക്കിയ മസാലയിലേക്ക് പന്നി ഇട്ടിട്ട് നല്ലോണം വരട്ടണം. കണ്ടില്ലേ? ഇങ്ങനെ നല്ലോണം വരണ്ട് വന്നാൽ അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നല്ലൊരു കോമ്പിനേഷൻ ആവും. ചിക്കൻ പന്നിയിലേക്ക് ഇറങ്ങും ഈ എരിവും മസാലയെല്ലാം. നേരത്തേക്ക് നല്ലൊരു കറക്റ്റ് ടേസ്റ്റിലേക്ക് വരും. കണ്ടില്ലേ? കറി നല്ലോണം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറി ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. കണ്ടില്ലേ? നല്ല കളറ് അടിപൊളി കേട്ടാ. പന്നി നല്ല സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കണം. ഓക്കെ, അടച്ച് വെച്ച് വേകട്ടെ, അപ്പോഴത്തേക്ക് അത് സെറ്റാവും. നമ്മൾ വെളുത്തുള്ളിയും പിന്നെ കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ വരട്ടി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ? മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒഴിച്ച് അത് നമ്മൾ ആയ പന്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉണ്ടല്ലേ? കുറച്ചൊരു പൊടിക്കൊരു മസാലയും കൂടെ, ചിക്കൻ മസാലയും കൂടെ ഇട്ടായിരുന്നു, അതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇറക്കി വെച്ചു. അടുപ്പ് അവിടെ നിന്ന് എരിയുന്നുണ്ട്. ഇത് നമ്മളെ ഫസ്റ്റ് അകിൽ ഇങ്ങനെ വന്നിരിക്കുവാണ്. നമ്മളെ പൊറോട്ടയും ഒരു കുപ്പി വെള്ളമായിട്ട് ഇതാകിൽ അയ്പ്പന ഇതാ സ്പ്രൈറ്റുമായിട്ട് ഇതാ പുറകെയൊക്കെ വരുന്നുണ്ട്. കേട്ടല്ലേ? ഇപ്പം കറിയായിടാ. അതല്ല കറി നോക്കിക്കോ. കറിയുടെ ടേസ്റ്റ് നോക്കിയേ. ഇതാ കറി ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പൊറോട്ടയൊക്കെ ഇനി സെറ്റാക്കിയിട്ട് ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പൊറോട്ട എല്ലാം സെറ്റാക്കിയിട്ട് ഇനി കാണാം. നമ്മൾ പൊറോട്ടയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഹൈപ്പനിലേക്ക് കറി ചേരിച്ച് കോരി ഒഴിച്ച് വെക്കുന്നുണ്ട്. ഉണ്ടല്ലേ? നല്ല പന്നിക്കറി. ഇങ്ങനെയുണ്ട് ആറി?
രസമില്ലേ? നല്ല രസമാണ്. കേട്ടാ അതിലുണ്ട് ചുവന്ന കറി, കുറച്ച് മുളക് കൂടി പോയിട്ട് ടേസ്റ്റിന് പക്ഷേ ഇതിന് മാറ്റമൊന്നുമില്ല കേട്ടാ. കണ്ടല്ലേ? ആ നല്ല തീ വാർന്ന പന്നിക്കറി. ലൈറ്റായിട്ട് എരിവുണ്ടെന്ന് മാത്രം അല്ലേ? അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് കഴിക്കാമല്ലേ? വാ എടുക്ക്. മൂടി എടുത്ത് എങ്ങനെയുണ്ട് കറി? എരിവുണ്ടോ? എരിവ് ജാസ്തിയാണോ നല്ല നോർമലാ? കുറച്ച് കൂടുതലല്ലേ? നമ്മളിങ്ങനെ പുഴക്കരയിൽ ഇരുന്നിട്ട് കഴിക്കണം. നല്ല രസമുണ്ട് കേട്ടോ. പൊറോട്ട എടുക്കുന്ന, പന്നി എടുക്കുന്ന, സ്പ്രൈറ്റും കുപ്പിയും വെള്ളമെല്ലാം കൂടിയുണ്ട്. ഗൈസ് നമ്മളപ്പം പന്നി ആക്കി കഴിച്ച്, പിന്നെ പൊറോട്ട ഒരു 4 പൊറോട്ട, 4 ഒരു 12 പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ പന്നിക്കറി ആക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വെറുതെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഗൈസ്. കണ്ടില്ലേ? ഞാനുണ്ട്, അഖിലുണ്ട്, പിന്നെ അയ്പ്പനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പുഴക്കരയിൽ കണ്ടില്ലേ? ഈ പുഴക്കരയിൽ ഇങ്ങനെ ഇരിക്കണം. ഇവിടെ ആരുമില്ല നമ്മളെ ശല്യപ്പെടുത്താനൊന്നും, നമ്മൾ മാത്രമേ ഉള്ളൂ. നല്ലൊരു അനുഭവമായിരുന്നു ഞായറാഴ്ച. ഈടെ അടുപ്പൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ആക്കിയത്. ഇനി ഈടെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. നൈസാണ് ഗൈസ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും ബൈ. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യട്ടോ. ഓക്കെ.